തെങ്കര പഞ്ചായത്തിലെയും മണ്ണാർക്കാട് നഗരസഭയിലെയും വാർഡുകൾ ഉൾപ്പെട്ട അരയങ്ങാട് റോഡിലൂടെ വാഹനമോടിക്കുന്നവർ തെന്നിവീണ് അപകടം ഉണ്ടാകുന്നതായി പരാതി. മഴയൊന്ന് ശക്തമായി പെയ്തതോടെയാണ് ഈ അവസ്ഥ. റോഡിൽ മണ്ണ് അടിഞ്ഞുകൂടി അപകടമുണ്ടാവുകയാണ്. റോഡിലെ മണ്ണ് അടിഞ്ഞുകൂടി ഡ്രെയിനേജ് മുഴുവൻ അടഞ്ഞ അവസ്ഥയാണ്. സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിലെ മണ്ണാണ് ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്നവർക്ക് ഭീഷണിയായി മാറിയത്. കാടും പുല്ലും നിറഞ്ഞ ഭൂമിയിലെ മരങ്ങൾ മുറിച്ചുമാറ്റുകയും JCB ഉപയോഗിച്ച് മണ്ണ് മാന്തുകയും ചെയ്തതോടെയാണ് വലിയ രീതിയിൽ മണ്ണൊലിപ്പ് ഉണ്ടായിട്ടുള്ളത്. ഗൗരവമുള്ളതിനാൽ തെങ്കര പഞ്ചായത്ത് പ്രസിഡന്റുമായി വിഷയം പങ്കുവച്ചതായി കൗൺസിലർ കുളമ്പൻ ജലീൽ പറഞ്ഞു. റോഡിൽ അടിഞ്ഞുകൂടിയ മണ്ണ് മഴ മാറിയാൽ പൊടിയായി മാറും. കൂടുതൽ അപകടങ്ങൾ ഉണ്ടായേക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. ഞാനിപ്പോഴേ ഈ അരയങ്കോട് ഭാഗത്തിൻ്റെ 11-ാം വാർഡിലും ഈ 15-ാം വാർഡിൽ, ഈ 15-ാം വാർഡ് പറയുന്നത് തെങ്കര പഞ്ചായത്തിൽ പെട്ടതാണ്. പക്ഷേ ഇവിടുന്ന് ഈ ഫ്ലോട്ട് ആക്കിയ സ്ഥിതിക്ക് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ആ മണ്ണ് തിട്ടായതുകൊണ്ട് മണ്ണ് കംപ്ലീറ്റ് ഒലിച്ചു വരുന്ന റോട്ടിലേക്കാണ്. ഈ റോട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്താ വിഷയം ഉണ്ടാകുക വിചാരിച്ചു കഴിഞ്ഞാൽ, ഇത് കൂമ്പാരമായിട്ട് മണ്ണിങ്ങനെ കൂട്ടി നിൽക്കുമ്പോൾ ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ ഇത് വണ്ടികൾ പോണ സ്ലിപ്പായി കഴിഞ്ഞാൽ ആക്സിഡൻ്റ് ആവും. ആക്സിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ ബാക്കി ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അത് മാത്രമല്ല, ഇത് മൊത്തം നമ്മളെ 11-ാം വാർഡത്തെ ആ വീട് എന്ന് പറഞ്ഞാൽ റോഡ് സൈഡിലെ വീട്ടുകൾ, അവരൊക്കെ വീട്ടുകൾക്കിടെ ഉള്ളിക്കട ഈ മണ്ണ് വെള്ളം ഒലിച്ച് മണ്ണ് കംപ്ലീറ്റ് കയറ്റി അവരെ ഒരു കംപ്ലയിൻറ്റ് കാരണം കൊണ്ട് ഞാൻ തെങ്കര പഞ്ചായത്തിലെ പ്രസിഡൻറ്റിനോട് വിവരം പറഞ്ഞു. അവരും വന്നു, ഇത് കണ്ടു. ഇത് സാധ്യതയ്ക്ക് ഇതിനുള്ള നടപടി എന്തായാലും തെങ്കര പഞ്ചായത്തിലത്തെ ആളുകൾ അല്ലെങ്കിൽ അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ അവിടുത്തെ ഭരണപക്ഷമൊക്കെ ഇരിക്കുന്ന ആൾക്കാർ ആരാണെന്ന് വെച്ചാൽ തെങ്കര പഞ്ചായത്തിനെതിരെ നടപടി എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുമാത്രമല്ല, നമ്മളിപ്പോൾ ഒരു നടപടി എടുപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ഇത് ജനങ്ങൾക്കൊരു അപകടമോ കാര്യങ്ങളോ ഉണ്ടാകാതിരിക്കാൻ പറ്റും. പിന്നെ പൊതുവേ ഈ എല്ലാ വീട്ടുകളിൽ നിന്നും അല്ലെങ്കിൽ മണ്ണാർക്കാട് അല്ലെങ്കിൽ ചുറ്റുപാട്ടത്തെ ഏത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വിചാരിച്ചാൽ നമ്മളെ ഭാഗങ്ങൾ ക്ലിയറാക്കുക, വൃത്തിയാക്കുക. അത് വൃത്തിയായി കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് അതിൻ്റെ സുരക്ഷിതത ഉണ്ടാകുക. അല്ലാതെ മറ്റുള്ള കിട്ടുന്ന മണ്ണും വെള്ളവും ചളിയും വേസ്റ്റ്, അതുപോലെ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിൽ മാത്രമല്ല പല ഭാഗത്തും ഈ വേസ്റ്റുകൾ റോഡിലും ബൈക്കും ഇങ്ങനെ പോകുമ്പോൾ ആ വേസ്റ്റ് അവിടെ കൊണ്ടുപോയിടും. ഇതിങ്ങനെ ആളുകളിങ്ങനെ പോയി കാക്കിയും ചീയും ഇതൊക്കെ കൊത്തി നേരെ കൊണ്ടുപോയിടുന്നത് കിണറിലാണ്. ഈ വേസ്റ്റുകളൊക്കെ കിണറിൽ കൊണ്ടാകുമ്പോൾ രോഗങ്ങൾ ഉണ്ടാവും. അതൊന്ന് ശ്രദ്ധിക്കുക. അത് ഏത് പഞ്ചായത്തോ മുനിസിപ്പാലിറ്റി എവിടത്തെ ആയിക്കോട്ടെ, അതാരെങ്കിലും കണ്ണിൽ കണ്ടു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാർ അതിന് പറ്റുന്ന നടപടി എടുത്തു കഴിഞ്ഞാൽ അതിന് നല്ലൊരു ഫൈന് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഭാഗങ്ങളും ക്ലിയർ ആവുന്ന എനിക്ക് തോന്നുന്നു. ബാക്കിയൊക്കെ നിങ്ങൾ സ്വകാര്യ വ്യക്തികളെ വിവരം അറിയിച്ചിട്ടുണ്ടെന്നും അവർ മണ്ണ് മാറ്റുമെന്ന് അറിയിച്ചതായും പ്രസിഡന്റ് ഷീന അറിയിച്ചു. മണ്ണൊലിപ്പ് മൂലം ഡ്രെയിനേജ് മുഴുവൻ അടഞ്ഞതിനെ തുടർന്ന് സമീപത്തുള്ള റേഷൻ കടയിൽ വെള്ളം കയറിയതായും അവർ വ്യക്തമാക്കി. മണ്ണ് നീക്കാൻ സ്വകാര്യ വ്യക്തികൾ തയ്യാറായില്ലെങ്കിൽ മറ്റ് നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. മഴക്കാലമാകാൻ അധികം ദിവസമില്ല. അതിനു മുൻപ് വിഷയത്തിൽ പരിഹാരം കാണണമെന്ന് BJP നേതാവ് ശ്രീധരൻ പേരുംകുളം ആവശ്യപ്പെട്ടു. ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥയാണ് ഇതിന് മെയിൻ കാരണം. ഇത്തരത്തിലുള്ള വില്ലേജിൽ നിന്ന് അതിനുള്ള അനുവാദം വാങ്ങിയിട്ടുണ്ടോ ഇല്ലയെന്ന് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഈ മണ്ണ് എടുക്കുന്നതിന് വേണ്ടി മണ്ണ് എടുത്തു കഴിഞ്ഞാൽ അത് പ്രത്യേക സുരക്ഷാ കാരണങ്ങളോ ഒന്നുമില്ലാതെ ഇങ്ങനെ മഴ പെയ്താൽ ഒഴുകി വരുന്ന തരത്തിൽ അനാസ്ഥയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിന് ബന്ധപ്പെട്ട അധികാരികൾ അവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുക മാത്രമല്ല, മേലിത്തരത്തിലുള്ള പ്രവർത്തികൾ ആരംഭിക്കാതിരിക്കാനുള്ള തരത്തിലുള്ള എല്ലാ പരിപാടികളും ചെയ്യണം. പോലീസിൻ്റെ ഭാഗത്തുനിന്നാവണം, RDOൻ്റെ ഭാഗത്തുനിന്നാവണം. ഈ കാര്യങ്ങൾ വ്യക്തമായി പരിശോധിച്ചുകൊണ്ട് അവർക്കെതിരെ ശക്തമായ നടപടി എടുക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്. ഇത് ശക്തമായി അല്ലെങ്കിൽ ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കാൻ ചേറുംകുളം ഭാഗത്തേക്ക് 4 വാർഡ് ഉള്ള സ്ഥലങ്ങളാണ് അപ്പുറത്ത്. അത്തേങ്കലം, ചേറുംകുളം, കരിമങ്കുന്ന് ഈ വാർഡുകളിലേക്ക് പോകുന്ന വഴിയാണ്. ഈ വഴിയിലാണ് ഇത്തരത്തിലുള്ള ഈ മഴ ചളി ഒലിച്ചു വന്ന് ഇത്രയും 1.5 അടി മണ്ണ് കെട്ടിക്കിടക്കുന്നത്. എത്രയും പെട്ടെന്ന് വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം.